ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 2024-25 സീസണിൽ പ്ലേ ഓഫിലെത്താനാകാതെ പുറത്തായിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FC. കഴിഞ്ഞ 3 സീസണുകളിലും പ്ലേ ഓഫ് കളിച്ച മഞ്ഞപ്പട നിരാശാജനകമായ പ്രകടനം കാഴ്ചവെച്ചാണ് ഇക്കുറി ആദ്യ 6-ലെത്താതെ പുറത്തായത്. മഞ്ഞപ്പട ആരാധകരെ നിരാശയിലാക്കുന്ന കാര്യമാണിത്. കഴിഞ്ഞ കുറച്ചു സീസണുകൾക്കിടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ച സീസണായിരുന്നു 2024-25. പ്രകടനം മോശമായ പശ്ചാത്തലത്തിൽ സീസണിന് ഇടയ്ക്ക് പരിശീലകൻ മിഖായൽ സ്റ്റാറയെ ക്ലബിൽ നിന്ന് പുറത്താക്കാനും കേരള ബ്ലാസ്റ്റേഴ്സ് തീരുമാനിച്ചു. ഇതിനുശേഷം ഇടക്കാല പരിശീലകനായ TG പുരുഷോത്തമനും തോമസ് ജോസിനും കീഴിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നത്. ഈ സീസണിലെ ദയനീയ പ്രകടനങ്ങളുടെ പശ്ചാത്തലത്തിൽ അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ വമ്പൻ മാറ്റങ്ങൾ വരുമെന്ന കാര്യം ഉറപ്പ്. ടീം സ്ക്വാഡിലും ഒപ്പം പരിശീലക സംഘത്തിലും മാറ്റം വരുമെന്നാണ് സൂചനകൾ. ഇക്കുറി പ്രതീക്ഷിച്ച നിലവാരത്തിലേക്ക് ഉയരാൻ സാധിക്കാതിരുന്ന ചില ഇന്ത്യൻ താരങ്ങളെയും വിദേശ താരങ്ങളെയും കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ നിന്ന് ഒഴിവാക്കുമെന്നാണ് സൂചന. ഇത് ഏതൊക്കെ കളിക്കാരായിരിക്കുമെന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ലെങ്കിലും വിദേശ പ്രതിരോധ താരം മിലോസ് ട്രിൻസിച്ച് ലിസ്റ്റിലുണ്ടാകുമെന്നാണ് സൂചനകൾ. നിർണായക മത്സരത്തിൽ സെൽഫ് ഗോളിൽ വിജയം നഷ്ടപ്പെട്ട കേരള ബ്ലാസ്റ്റേഴ്സിനെ ആരാധകർ ഏറെക്കുറെ കൈവിട്ട മട്ടാണ്. പല സീസണിലെ മത്സരങ്ങളിലും 10,000 നിറഞ്ഞിരുന്ന കൊച്ചി കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ശനിയാഴ്ചത്തെ ജംഷഡ്പൂർ FCക്കെതിരായ മത്സരം കാണാനുണ്ടായിരുന്നത് വളരെ കുറച്ചുപേർ മാത്രം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധക കൂട്ടായ്മയായ മഞ്ഞപ്പടി ഉൾപ്പെടെ കൈയടക്കി വെക്കാറുള്ള ഈസ്റ്റ് ഗാലറിയിലാണ് കുറച്ചെങ്കിലും കാണികൾ ഉണ്ടായിരുന്നത്. ചില ഭാഗങ്ങളിൽ ഗാലറി പൂർണ്ണമായും ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു. ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് ജയത്തേക്കാൾ കൂടുതൽ തോൽവികൾ ഏറ്റുവാങ്ങിയതിനെ തുടർന്ന് ആരാധകരുടെ എണ്ണം കുത്തനെ കുറഞ്ഞിട്ടുണ്ട്. രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഫുട്ബോൾ ക്ലബ്ബാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. എന്നാൽ തുടർ തോൽവികളും ഒടുവിൽ പ്ലേ ഓഫിൽ നിന്ന് പുറത്തായതുമെല്ലാം ആരാധകരിൽ അക്ഷരാർത്ഥത്തിൽ കലിപ്പ് കൂട്ടുകയാണ്. ഇതേ വികാരം തന്നെയാണ് ശനിയാഴ്ചത്തെ കളിയിലും ഗാലറിയിൽ കണ്ടത്. കഴിഞ്ഞ കുറെ കളികളിലായി ആരാധകരുടെ എണ്ണം കുറഞ്ഞു വരികയാണെങ്കിലും അതിലെ ഏറ്റവും കുറവ് ശനിയാഴ്ചത്തെ കളിയിൽ തന്നെയായിരുന്നു. തോൽവിയുടെ ശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പോസ്റ്റുകൾക്ക് കീഴെ കമന്റ് ഇട്ട് തീർക്കുകയാണ് പലരും. നാണയം നിക്ഷേപിക്കൂ, KBFCയെ രക്ഷിക്കൂ എന്നെഴുതിയ ബാനറുകൾ ഉയർത്തിയപ്പോഴാണ് സുരക്ഷാ ഗാർഡ് തടയാൻ ശ്രമിച്ചത്. ഇതിന്റെ വീഡിയോ ദൃശ്യം മഞ്ഞപ്പട ഫേസ്ബുക്ക് പേജിലൂടെ പുറത്തുവിട്ടു. സമാധാനപരമായ പ്രതിഷേധം സ്വാഗതം ചെയ്യുന്നുവെന്ന് പറയുമ്പോൾ തന്നെ ബാനറുകൾ നീക്കാൻ സുരക്ഷാ ജീവനക്കാരനെ അയക്കുന്നു. ക്ലബ്ബ് അതിന്റെ ആരാധകരെ ശരിക്കും ബഹുമാനിക്കുന്നുവെങ്കിൽ അവരുടെ ശബ്ദം എന്തിനാണ് നിശബ്ദമാക്കുന്നത്? വികാരം നിശബ്ദമാക്കാൻ കഴിയില്ല എന്നിങ്ങനെ വീഡിയോയ്ക്കൊപ്പം കുറിച്ചിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സ് മാനേജറിന്റെ പിഴവുകൾക്കെതിരെ കഴിഞ്ഞ പല മത്സരങ്ങൾക്കിടയിലും പ്രതിഷേധം അരങ്ങേറിയിരുന്നു.